ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുടക് യാത്രയുടെ രണ്ടാമത്തെ ദിവസത്തെ കാഴ്ചകളിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസത്തെ യാത്ര കഴിഞ്ഞ് നല്ലൊരു ഉറക്കം കഴിഞ്ഞാണ് ഇന്നത്തെ യാത്രയ്ക്കിറങ്ങിയത്. ഇന്നാണ് കുടക് യാത്രയുടെ ലാസ്റ്റ് ഡേ. നമ്മൾ ആദ്യം യാത്ര പ്ലാൻ ചെയ്തപ്പോൾ 3 ദിവസമായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ ചില കാരണങ്ങൾ കാരണം ഒരു ദിവസം കുറയ്ക്കേണ്ടി വന്നു. രാവിലെ 8:30 മണി കഴിഞ്ഞാണ് ഇന്നത്തെ യാത്ര ആരംഭിച്ചത്. ഇന്ന് നമ്മൾ പ്രധാനമായി 3 സ്ഥലത്തേക്കാണ് യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത്. പോകുന്ന വഴിയുടെ അരികിലായി ഹാൻഡിക്രാഫ്റ്റ്സ് ഒക്കെ വിൽക്കുന്ന ഒരു കട കണ്ടു. നല്ല കാലാവസ്ഥയായിരുന്നു. എന്ന് വെച്ചാൽ മഴയില്ല, നല്ല വെയിലുണ്ടായിരുന്നു. റോഡിലൊന്നും അധികം വാഹനങ്ങളില്ല. 2023 മെയ് മാസത്തിലായിരുന്നു ഞങ്ങളുടെ യാത്ര. സ്കൂൾ അവധിക്കാലമായിരുന്നിട്ട് കൂടി ആൾ കുറവാണ്. കുറച്ച് കഴിയുമ്പോഴേക്കും ഇറങ്ങുമായിരിക്കും. അങ്ങനെ ഓരോന്നോർത്തിട്ടാണ് ഞാൻ വണ്ടി ഓടിച്ചത്. ഈ ഒരു സ്ഥലത്ത് ജോഗ്രഫി കണ്ടിട്ട് കേരളത്തിലെ ഒരു ഹൈ റേഞ്ച് നാട്ടിൻപുറമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പഴയ സിനിമകളിലൊക്കെ കാണുന്നത് പോലെ നല്ല പച്ചപ്പും ഇടയിൽ ഓടുപാകിയ വീടുകളുമെല്ലാം. റൂമിൽ നിന്നിറങ്ങി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് ഇപ്പോൾ ഏകദേശം അരമണിക്കൂറായി. നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക് ഇനിയും 20 മിനിറ്റോളമുണ്ട്. ഇടയ്ക്ക് അവിടെ ഇവിടെയായി കുറച്ച് തണൽ കിട്ടുന്നതൊഴിച്ചാൽ റോഡിലേക്ക് തണലില്ല. അങ്ങനെ നമ്മൾ ആദ്യത്തെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തി. നംഡ്രോലിംഗ് മൊണാസ്ട്രി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇതൊരു ടിബറ്റൻ സെറ്റിൽമെൻ്റ് ആണ്. കുടക് യാത്രയിലെ ഒരു മസ്റ്റ് വാച്ച് പ്ലേസ് ആണിത്. വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ മൊണാസ്ട്രിയിലേക്ക് നടന്നു. അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ഡെസ്റ്റിനേഷനാണിത്. ഇവിടേക്ക് കയറാനായി ആദ്യം ടിക്കറ്റ് എടുക്കണം. നിങ്ങൾ ഈ കാണുന്നതാണ് പാർക്കിംഗ് ചാർജസ്. ആദ്യം കണ്ട എൻട്രൻസിലേക്ക് നടന്നു. പക്ഷേ അതുവഴി ടൂറിസ്റ്റുകൾക്ക് പ്രവേശനമില്ല. കുറച്ച് പുറകിലേക്ക് പോയാൽ മറ്റൊരു വഴിയുണ്ട്. അതിലൂടെയാണ് നമ്മൾ പോകേണ്ടത്. കയറിയാൽ ആദ്യം കാണുന്നത് ഈ കെട്ടിടങ്ങളാണ്. ഇവിടെയുള്ള ആൾക്കാരുടെ താമസ സ്ഥലങ്ങളാണ് ഈ കെട്ടിടങ്ങളെന്ന് തോന്നുന്നു. ഗോൾഡൻ ടെമ്പിൾ എന്നറിയപ്പെടുന്ന ഇവിടുത്തെ ക്ഷേത്രമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ. ഇതാണ് ഞാൻ പറഞ്ഞ ആ ക്ഷേത്രങ്ങൾ. ടിബറ്റൻ മാതൃകയിലാണ് ഈ ക്ഷേത്രങ്ങൾ പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഇതാണ് ക്ഷേത്രത്തിൻ്റെ ഉൾവശം. നിറയെ ചുവർ ചിത്രങ്ങളാണ് ഇതിനുള്ളിൽ. അവിടുത്തെ ആരാധനാ സമ്പ്രദായങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാവാം ഇതൊക്കെ. ഈ കാണുന്നതാണ് ഏറ്റവും വലിയ ക്ഷേത്രം. ഇതിൻ്റെ നടവഴികളിലൊക്കെ ഗാർഡനിങ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്ഷേത്രത്തിനുള്ളിലേക്ക് പോകാം. എന്നിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം. അകത്തുള്ള ആൾക്കൂട്ടം കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതാണ് ഈ 3 ക്ഷേത്രങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന്. പ്രാർത്ഥനാ സമയത്ത് ഇവിടുത്തെ സന്യാസിമാർക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളാണെന്ന് തോന്നുന്നു ഇതെല്ലാം. ഈ ലെവൽ കഴിഞ്ഞ് മുന്നിലേക്ക് ടൂറിസ്റ്റുകൾക്ക് പ്രവേശനമില്ല. നിറയെ ആൾക്കാരുണ്ടെങ്കിലും നല്ല സൈലൻസ് ആയിരുന്നു ഇതിനുള്ളിൽ. ഈ മുറിയുടെ ഭിത്തി മുഴുവനും നിറയെ ചിത്രകലകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത് കാണാം. ശ്രീബുദ്ധൻ്റെ ജീവിതത്തിൽ നിന്നുള്ള സംഭവങ്ങളാണെന്ന് തോന്നുന്നു. കുറച്ചു നേരം അതിനുള്ളിൽ നിന്ന് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഒരുപാട് ആളുകൾ ആ വാതിലിൻ്റെ മുന്നിൽ നിന്നും സെൽഫി എടുക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നിന്നാൽ ഈ മൊണാസ്ട്രിയുടെ മുഴുവൻ വ്യൂ കിട്ടുന്ന രീതിയിൽ സെൻട്രൽ ആയിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ 3ാമത്തെ ക്ഷേത്രത്തിലേക്ക് നടന്നു. കഴിഞ്ഞ ക്ഷേത്രത്തിനെ അപേക്ഷിച്ച് ഇവിടെ ആളുകൾ കുറവാണ്. കാഴ്ചകളൊക്കെ ഏകദേശം ഒരേപോലെ തോന്നി. അവരുടെ മതത്തിനെ പറ്റി എനിക്ക് വലിയ ധാരണയില്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു. ഇവിടെയും നിറയെ ചിത്രങ്ങളാണ് ചുവർ നിറയെ.
അവിടെ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം വെറുതെ പുറത്തൊക്കെ ചുറ്റി നടന്നു. ആ കാണുന്നത് ഈ മൊണാസ്ട്രിയുടെ ഉള്ളിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണ്. അവിടെ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ഈ മൊണാസ്ട്രിയുടെ തന്നെ അന്തേവാസികൾ നടത്തുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് പോയി. ഹാൻഡിക്രാഫ്റ്റ്സ്, ടെക്സ്റ്റൈൽസ്, ഷൂസ്, ബാഗ്സ് ഒക്കെയാണ് മിക്കവാറും കടകളിലുള്ളത്. പുറത്തിറങ്ങിയെങ്കിലും ആ ക്ഷേത്രത്തിനുള്ളിലെ പോലെ വളരെ നിശബ്ദമാണ് ഈ കോംപ്ലക്സ്. അനാവശ്യമായ മാർക്കറ്റിംഗ് ബഹളങ്ങളൊന്നും തന്നെയില്ല. ഒരുപാട് കടകളുണ്ട്. ഞാൻ വെറുതെ കുറച്ച് ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ വാങ്ങി. വളരെ കൂടിയ റേറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ടുള്ള കൂടുതൽ, അത്ര തന്നെ. അങ്ങനെ അവിടെ എല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്കാണ് പോയത്. നിസർഗദാമ ടൂറിസ്റ്റ് സെൻറ്റർ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. കർണാടകയിലെ കുശാൽ നഗറിലുള്ള ഒരു ദ്വീപാണ് നിസർഗദാമ. ഈ കാണുന്നതാണ് പ്രധാന എൻട്രൻസ്. അവിടേക്ക് ചെല്ലുന്നതിന് മുമ്പ് ധാരാളം ഷോപ്പുകൾ ഇവിടെയുമുണ്ട്. മൊണാസ്ട്രിയിൽ നിന്നും കണ്ടതിനെ കമ്പയർ ചെയ്താൽ കുറച്ചുകൂടി കുറവ് റേറ്റാണ് ഇവിടെ. ആദ്യം പോയി വണ്ടി പാർക്ക് ചെയ്തു. 20 രൂപയായിരുന്നു പാർക്കിംഗ് ഫീസ്. വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ അകത്തേക്ക് നടന്നു. വഴിയുടെ 2 വശങ്ങളിലും ധാരാളം കടകളുണ്ടായിരുന്നു. ഇതിനുള്ളിലൂടെയാണ് ദ്വീപിലേക്ക് നമ്മൾ പോകേണ്ടത്. ആദ്യമായി നമ്മൾ എൻട്രി ടിക്കറ്റ് എടുക്കണം. ആ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. നമ്മൾ അവിടേക്ക് നടക്കുകയാണ്. കർണാടക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ നിയന്ത്രണത്തിലാണ് ഈ ദ്വീപ്. ഈ കാണുന്നതാണ് ഇവിടേക്കുള്ള പ്രവേശനത്തിനുള്ള ടിക്കറ്റ് ചാർജസ്. മുതിർന്നവർക്ക് 60 രൂപയും കുട്ടികൾക്ക് 30 രൂപയുമാണ് റേറ്റ്. അതുപോലെ തന്നെ ഇതിനുള്ളിൽ ബോട്ടിംഗ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ടിക്കറ്റ് എടുത്ത് നമ്മൾ ഉള്ളിലേക്ക് പോകുകയാണ്. ഇവിടെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട്. ഇതിലൂടെയാണ് ദ്വീപിനുള്ളിലേക്ക് പോകേണ്ടത്. ഇവിടെ മുതൽ തന്നെ ധാരാളം മുളകൾ നമുക്ക് കാണാം. ദ്വീപിനകത്തും അതുതന്നെയാണ്, നിറയെ മുളങ്കൂട്ടങ്ങളാണ്. കാവേരി നദിയുടെ കൈവഴിയാണിത്. ഇതിന് കുറുകെയാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത്. ഈ സ്ഥലത്താണ് ബോട്ടിങ്ങും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ വീണ്ടും മുന്നിലേക്ക് നടന്നു. ഇതാണ് നിസർഗദാമ പാർക്ക്. ഉള്ളിലൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. പിന്നെ പല സ്ഥലങ്ങളിലായി ധാരാളം ഹട്ട് കാണാം. വരുന്ന ആൾക്കാർക്ക് വർത്തമാനം പറയാനും സമയം ചെലവഴിക്കാനും ഒക്കെ ഉപകാരപ്പെടും. ഇവിടെ ഒരു റിയൽ ലൈഫ് സൈസ് സ്റ്റാച്ചു നമുക്ക് കാണാം. കുടകിലെ സ്ത്രീകളുടെ ട്രഡീഷണൽ ഡാൻസ് ഫോമാണ് ഈ പ്രതിമകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പുറത്തു നിന്നും വീഡിയോ എടുക്കാൻ മാത്രമാണ് പെർമിഷൻ. അകത്തേക്ക് കയറിയാൽ ഫൈൻ അടിക്കും. അവിടെ നിന്ന് നമ്മൾ വീണ്ടും പുറത്തേക്ക് നടന്നു. മുള മാത്രമല്ല, മറ്റു വൃക്ഷങ്ങളും ധാരാളം ഇവിടെയുണ്ട്. ധാരാളം മരങ്ങളുള്ളത് കൊണ്ട് തന്നെ സിറ്റിയിൽ നമ്മൾ അനുഭവിച്ച ചൂടിനേക്കാൾ കുറവാണ് ഇവിടെ. അതാണ് ഇവിടുത്തെ ഒരു പ്രധാന ഹൈലൈറ്റ്. കുടകിലെ തദ്ദേശീയരായ ആദിവാസികളുടെ ലൈഫ് സ്റ്റൈൽ കാണിക്കുന്ന ഒരു സ്റ്റാച്യുവാണിത്. ഇവിടെ കണ്ടതിൽ വെച്ച് ഏറ്റവും അടിപൊളി സ്റ്റാച്യുവായിട്ട് എനിക്ക് തോന്നിയത് ഇതാണ്. നല്ല ലൈഫ് തോന്നുന്നുണ്ട് എല്ലാ പ്രതിമകളിലും. ഇതിനുള്ളിൽ പ്രത്യേകം പോകാനൊരു റൂട്ടോ കാണാൻ കാഴ്ചയോ ഒന്നും തന്നെയില്ല. ഇതിനുള്ളിൽ വന്ന് ടൈം സ്പെൻഡ് ചെയ്ത് ഇരുന്ന് വർത്തമാനം പറയുക എന്നുള്ളതാണ് ഈ സ്ഥലത്തിൻ്റെ ഒരു ഉദ്ദേശം. നല്ല ക്ലൈമറ്റും. ഇവിടെ ഇടയിലായി ഓരോ ട്രീ ഹട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിൽ കയറുകയും ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യാം. ഈ ദ്വീപ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ കീഴിലാണുള്ളത് എന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ. ഈ വേലിക്ക് അപ്പുറത്തേക്ക് പ്രവേശനമില്ല. കുറച്ച് മാനുകൾ വളരെ ദൂരെ നിന്ന് പുല്ല് മേയുന്നത് കണ്ടു. കുറച്ചു ദൂരം ആ വേലിക്കരികിലൂടെ ഞങ്ങൾ നടന്നു.
ഒരു സിപ്പ് ലൈൻ സജ്ജീകരിച്ചിട്ടുണ്ട് ഇവിടെ. ഇതിനുള്ളിൽ ധാരാളം കുട്ടികൾ അതിൽ കയറാനായി അവിടെ നിൽക്കുന്നത് കണ്ടു. സത്യം പറഞ്ഞാൽ ഇവിടെ വരാൻ തീരുമാനിച്ചപ്പോൾ ഒരു സൂ ആണ് മനസ്സിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയൊരു ഡിസപ്പോയിൻമെൻ്റ് ഉണ്ട്. പിന്നെ കുട്ടികളെ കൂട്ടി വന്നാൽ അവർക്ക് ചെയ്യാൻ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. സിപ്പ് ലൈൻ, ബർമ ബ്രിഡ്ജ് ഒക്കെ ഇവിടെയുണ്ട്. തിരിച്ചു വരുന്ന വഴി നമ്മൾ കണ്ട മറ്റൊരു സ്റ്റാച്ചുവാണിത്. ഗൗഡ കമ്മ്യൂണിറ്റിയുടെ ട്രഡീഷണൽ ഡാൻസ് ഫോമായ കോലാട്ടമാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ഇതിനുള്ളിൽ ഒരു ബേർഡ് പാർക്ക് ഒരുക്കിയിട്ടുണ്ട്. അതിനകത്ത് ഷൂട്ട് ചെയ്യാൻ സെപ്പറേറ്റ് ടിക്കറ്റ് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഷൂട്ട് ചെയ്തില്ല. കുറച്ച് വെറൈറ്റി ബേർഡ്സൊക്കെ ഉണ്ട്. അതിനെ നമ്മുടെ കയ്യിലും തോളിലുമൊക്കെ വെച്ച് ഫോട്ടോ എടുക്കാനൊക്കെ സാധിക്കും. ഇതിലെ മുന്നോട്ട് പോയാൽ ഇവിടെയാണ് ബോട്ടിംഗ് ഏരിയ. നമ്മൾ എൻട്രൻസ് ടിക്കറ്റ് എടുത്ത സ്ഥലത്ത് നിന്ന് തന്നെ സെപ്പറേറ്റ് ടിക്കറ്റ് അവൈലബിൾ ആണ് ബോട്ടിങ്ങിനായി. അവിടെ നിന്നും പുറത്തിറങ്ങിയതിനു ശേഷം മുൻവശത്തെ ഷോപ്പിംഗ് ഏരിയയിൽ കൂടി കറങ്ങി നടന്നു. കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങി. റേറ്റ്സൊക്കെ റിലേറ്റീവ്ലി ന്യായമാണ്. ഭക്ഷണം കഴിക്കാനും ചായ കുടിക്കാനും ഒക്കെ ഒരുപാട് കടകളുണ്ട് ഇവിടെ. ആ കടകളിൽ നിന്നുള്ള കാഴ്ചകളാണ്. കുടക് എന്ന് പറയുന്നത് ഒരു അഗ്രികൾച്ചറൽ ഡിസ്ട്രിക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഫ്രഷ് ആയിട്ടുള്ള ഫാക്ടറി ഔട്ട്ലെറ്റ്, സ്പൈസസ്, കോഫി, ടീ ഒക്കെ ഇവിടെ പലയിടത്തും വാങ്ങാൻ കിട്ടും. അവിടെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് ഞങ്ങൾ നേരെ മുറിയിലേക്ക് പോന്നു. ലിസ്റ്റിലുള്ള അടുത്ത സ്ഥലം മടിക്കേരി ടൗണിൽ തന്നെയാണുള്ളത്. രാജാ സീറ്റ് എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. ഇതൊരു ഗാർഡനാണ്. ഈ കാണുന്നതാണ് മെയിൻ എൻട്രൻസ്. അകത്തേക്ക് കയറാൻ ടിക്കറ്റ് എടുക്കണം. ക്യൂവിൽ നിന്നും ടിക്കറ്റ് എടുത്തതിന് ശേഷം അകത്തേക്ക് നടന്നു. ഇവിടെ വരാനുള്ള ഏറ്റവും നല്ല സമയം വൈകുന്നേരം ഒരു 4:30 മണിക്ക് ശേഷമാണ്. ഇവിടെ ഇരുന്ന് സൺസെറ്റ് കാണുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഗാർഡൻ്റെ ഏരിയയിൽ നിന്ന് മാറി കുറച്ചുകൂടെ മുന്നിലേക്ക് പോയി. ഇതൊരു വാക്ക് വേ ആണ്. നല്ല വൃത്തിയായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഫാമിലീസാണ് ഇവിടെ കൂടുതലായും വരുന്നതെന്ന് തോന്നുന്നു. ചെറുതായി മഴ ചാറാൻ തുടങ്ങി. നല്ലൊരു വ്യൂ ആണ് ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. പല സ്ഥലങ്ങളിലായി ഇതുപോലെ വ്യൂ പോയിന്റ്സ് പണിതിട്ടുണ്ട്. നല്ല പോലെ കോടമഞ്ഞ് ചുറ്റും ഇറങ്ങി. ഒന്നും കാണാൻ പറ്റില്ല ഇനി. കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ അവിടെ മറ്റൊരു വ്യൂ പോയിന്റ് ഉണ്ട്. ഒരു ഉയർന്ന പ്ലാറ്റ്ഫോമിലാണ് ഈ പോയിന്റ്. ഇവിടെ നിന്നും കുറച്ചുകൂടി അടിപൊളി വ്യൂ ആണ്. ഇതാണ് ഏറ്റവും ബെസ്റ്റ് വ്യൂ പോയിന്റ് എന്ന് എനിക്ക് തോന്നി. നല്ല ക്ലിയർ ആയിട്ട് സൺസെറ്റ് കാണാൻ സാധിക്കും. ഇന്ന് കോടമഞ്ഞായതുകൊണ്ട് അസ്തമയം കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ബാക്കി കാഴ്ചകളൊക്കെ കണ്ട് റൂമിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. നാളെ അതിരാവിലെ നമുക്ക് തിരിച്ച് പുറപ്പെടേണ്ടതുണ്ട്. തിരിച്ചു പോകുന്ന വഴി ഒരു ദിവസം മൈസൂർ സ്പെൻഡ് ചെയ്ത് അവിടുന്നാണ് റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത്. ആ കാഴ്ചകളുമായി ഞാൻ അടുത്ത എപ്പിസോഡിൽ വരാം. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.